പ്രിയമുള്ളവരെ, വചനജ്വാല 1803 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് 2026 ഓഗസ്റ്റ് 8 ശനിയാഴ്ച. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 17 മുതൽ 33 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവൾ തോഴിമാരോട് പറഞ്ഞു, എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവിൻ, വാതിൽ അടയ്ക്കുവിൻ. അതനുസരിച്ച് അവർ വാതിൽ അടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ പിൻവാതിലിലൂടെ പോയി. ഒളിച്ചു നിന്ന ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല. തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ 2 ശ്രേഷ്ഠന്മാർ അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു, ഇതാ, ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു, ആരും നമ്മെ കാണില്ല. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടൊത്ത് ശയിക്കുക. നീ വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും. സൂസന്ന നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെന്റെ മരണമാണ്. സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു. അവരിൽ ഒരാൾ ഓടിച്ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു. ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സൂസന്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാം ഉദ്യാനത്തിലെ പിൻവാതിലിലൂടെ ഓടിക്കൂടി. ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചു. ഇത്തരത്തിലൊന്നും ഒരിക്കലും സൂസന്നയെ പറ്റി അവർ കേട്ടിരുന്നില്ല. അടുത്ത ദിവസം അവരുടെ ഭർത്താവായ യോവാക്കിമിന്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സൂസന്നയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി ആ 2 ശ്രേഷ്ഠന്മാരും എത്തിച്ചേർന്നു. അവർ ജനത്തോട് പറഞ്ഞു, ഹൽക്കിയായുടെ മകളും യോവാക്കിമിന്റെ ഭാര്യയായ സൂസന്നയെ കൊണ്ടുവരുവിൻ. അവർ അവളെ കൊണ്ടുവന്നു. തന്റെ മാതാപിതാക്കളോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത്. സൂസന്ന സംസ്കൃത ചിത്തയും സുന്ദരിയുമായിരുന്നു. അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മൂടുപടം മാറ്റാൻ ആ ദുഷ്ടന്മാർ ആജ്ഞാപിച്ചു. അവരുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പ്രഭു കുടുംബത്തിൽ ജനനം. അമ്മ മകനെ ചെറുപ്പത്തിൽ തന്നെ ഭക്തമുറകളും പ്രായശ്ചിത്തങ്ങളും അഭ്യസിപ്പിച്ചു. പഠനകാലത്ത് 21-ാം വയസ്സിൽ പഞ്ഞമുണ്ടായപ്പോൾ സ്വന്തം പാഠപുസ്തകം പോലും വിറ്റ് ദരിദ്രരെ സഹായിച്ചിരുന്നു. 25-ാം വയസ്സിൽ കാനൻസിന്റെ സുപ്പീരിയറായി. പാഷണ്ഡികളുടെ മാനസാന്തരത്തിനായി നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. 3 സന്യാസ സഭകൾ സ്ഥാപിച്ചു. ദൈവമാതാവിന്റെ ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ജപമാല നൽകിക്കൊണ്ട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. രാത്രി മുഴുവൻ പ്രാർത്ഥന. രാവിലെ സ്വശരീരത്തിൽ രക്തം പൊടിയുന്നതുവരെ ചമ്മട്ടി അടിച്ചിരുന്നു. അനേകം പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തിയ വിശുദ്ധ ഡൊമിനിക്
51 വയസ്സിൽ നിര്യാതനായി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അനേകരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ജപമാല ഭക്തിയും എരിയുന്ന വാഗ്വിലാസവും ജീവിത വിശുദ്ധിയുമാണ് പാഷണ്ഡൈകളുടെ മാനസാന്തരത്തിന് വഴിതെളിച്ചത്. 1234 ജൂലൈ 13 അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. അന്യായമായി കുറ്റം ചുമത്തപ്പെടുന്ന നിഷ്കളങ്കരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഡൊമിനിക്കിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.